Yeah, welcome to another session. ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിലെ ചില ശൈലികൾ നമുക്ക് പഠിക്കാം. നമ്മുടെ കോൺവെർസേഷനെ ഡേ ടു ഡേ സ്പീക്കിങ്ങിനെയൊക്കെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി ഇത്തരം ശൈലികൾ നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇൻ അവർ മദർ ടങ് നമ്മൾ ഒരുപാട് നല്ല ശൈലികൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള പ്രയോഗങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലുമുണ്ട്. ഏതാനും ശൈലികൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്താം. ആദ്യമായിട്ട് ആസ് എ മാറ്റർ ഓഫ് ഫാക്റ്റ്, ഇതൊരു നല്ല പ്രയോഗമാണ്. അതിൻ്റെ മലയാളത്തിലെ അർത്ഥം യഥാർത്ഥത്തിൽ, വാസ്തവത്തിൽ എന്നൊക്കെയാണ്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആസ് എ മാറ്റർ ഓഫ് ഫാക്റ്റ് I am going there tomorrow എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഞാൻ നാളെ അവിടെ പോകുന്നുണ്ട് എന്നാണ്. ഓക്കെ, മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആസ് എ മാറ്റർ ഓഫ് ഫാക്റ്റ് ദി ബിസിനസ് ഹാസ് കം ടു എ സ്റ്റോപ്പ്. യഥാർത്ഥത്തിൽ ബിസിനസ് ഏതാണ്ട് നിലച്ച രീതിയിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ആസ് എ മാറ്റർ ഓഫ് ഫാക്റ്റ് he has failed the test. യഥാർത്ഥത്തിൽ അവൻ പരീക്ഷ തോറ്റുപോയി എന്നാണ്. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയാണ് പ്രയോഗം. ഇതിന് ഈക്വലൻ്റായിട്ട് നമുക്ക് പ്രയോഗിക്കാവുന്ന ചില പ്രയോഗങ്ങൾ വേറെയുണ്ട്. ഇൻ ഫാക്റ്റ്, യഥാർത്ഥത്തിൽ എന്ന് തന്നെയാണ് അതിൻ്റെയും അർത്ഥം. ഓക്കെ, ടു ബി ട്രൂ, ടു ബി ഫ്രാങ്ക്, റിയലി സ്പീക്കിംഗ്, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ ഈക്വലൻ്റായിട്ട് ഉപയോഗിക്കാം. ഇതൊക്കെ ഓരോ ഫ്രൈസുകളാണ്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ മുൻപിലോ അത് കഴിഞ്ഞിട്ടോ ഇത് പ്രയോഗിച്ചാൽ മതി. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇഫക്റ്റ് കിട്ടും. കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആകും. ഓക്കെ, ഇനി മറ്റൊരെണ്ണം, നമ്മൾ പ്രത്യേകിച്ച് എന്നുള്ള ഒരു പ്രയോഗം മലയാളത്തിലേക്ക് ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. പ്രത്യേകിച്ച്, അതും ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിലോ ഈവൻ ചിലപ്പോൾ എൻഡിലോ ഉപയോഗിക്കാവുന്ന ഒരു വേർഡാണ്. അതിന് മലയാളത്തിൽ ഇംഗ്ലീഷിൽ പർട്ടിക്കുലർലി അല്ലെങ്കിൽ എസ്പെഷ്യലി എന്നൊക്കെ ഉപയോഗിക്കാം. ഐ ഡോണ്ട് ലൈക്ക് സച്ച് സോങ്സ്, എസ്പെഷ്യലി ദി വെസ്റ്റേൺ, അല്ലെങ്കിൽ പർട്ടിക്കുലർലി ദി വെസ്റ്റേൺ. എനിക്ക് അത്തരം പാട്ടുകൾ ഇഷ്ടമല്ല, പ്രത്യേകിച്ച് വെസ്റ്റേൺ. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രയോഗം. ഹി ഈസ് ഇൻട്രസ്റ്റഡ് പർട്ടിക്കുലർലി ഇൻ ദി ക്ലാസിക്കൽ മ്യൂസിക്. അതേപോലെ നമ്മൾ പൊതുവേ എന്നൊക്കെ പറയുക, പൊതുവായി, അത് എങ്ങനെയാണ് സെൻറ്റൻസിൽ പ്രയോഗിക്കുന്നതെന്ന് നോക്കാം. ഒന്നെങ്കിൽ ഇൻ ജനറൽ, അല്ലെങ്കിൽ ജനറലി, അല്ലെങ്കിൽ ജനറലി സ്പീക്കിംഗ് എന്നൊക്കെ പ്രയോഗിക്കാം. ഏതാ പൊതുവേ പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രയോഗിക്കാം. അത് സെൻറ്റൻസിൽ പ്രയോഗിക്കുന്നത്, ഇൻ ജനറൽ ദി ഇയർ വാസ് നോട്ട് ദാറ്റ് ഗുഡ്. ജനറലി സ്പീക്കിംഗ് 2023 വാസ് ഫിനാൻഷ്യലി നോട്ട് ഗുഡ്. ഇങ്ങനെയൊക്കെ വേണ്ടി നമുക്ക് പ്രയോഗിക്കാം. മറ്റൊരു പ്രയോഗമാണ് ഇൻ എ സെൻസ് എന്ന് വെച്ചാൽ ഒരർത്ഥത്തിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻ എ സെൻസ്, ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നതിന് പകരമായിട്ടാണ് ഇൻ എ സെൻസ് എന്ന് ഉപയോഗിക്കുക. ഇൻ എ സെൻസ് പീപ്പിൾ ലോസ് ഫെയ്ത്ത് ഇൻ ദി പ്രസൻറ്റ് ഗവൺമെൻറ്. ഇൻ എ സെൻസ്, ഒരർത്ഥത്തിൽ ജനങ്ങൾക്ക് ഗവൺമെൻറ്റിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഇൻ എ സെൻസ് ഇറ്റ്സ് ഓൾ എ ഷീർ വേസ്റ്റ് ഓഫ് ടൈം. ഒരർത്ഥത്തിലേക്ക് ഒരു സമയം പാഴാക്കുന്നതാണ്. ഇൻ എ സെൻസ് ഇറ്റ് ഈസ് ഓൾ മീനിങ്ലെസ്. യഥാർത്ഥത്തിൽ ഒരർത്ഥത്തിൽ ഇതൊക്കെ ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗം നമുക്ക് പ്രയോഗിക്കാം. സോ തൽക്കാലം ഇന്നത്തേക്ക് നമുക്ക് ഇത് കൊണ്ട് എൻഡ് ചെയ്യാം. അടുത്ത ഇതേപോലെ കൂടുതൽ ശൈലീ പ്രയോഗങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ.